അൻവർ MLA പൊട്ടിച്ച ആരോപണ ബോംബിൽ തരിച്ചു നിൽക്കുകയാണ് കേരള പോലീസ്. സംസ്ഥാന പോലീസിലെ സൂപ്പർ DGP എന്നറിയപ്പെടുന്ന ADGP MR അജിത് കുമാർ PV അൻവറിന്റെ ആരോപണ ശരത്തിൽ കടുത്ത പ്രതിസന്ധിയിലായി. ഒപ്പം ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും. വിഷയത്തിൽ മുഖ്യമന്ത്രി DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ നിലപാടാണ് ഇനി അറിയാനുള്ളത്. സ്വന്തം ഇന്റലിജൻസ് സംവിധാനം അടക്കം ഏർപ്പെടുത്തി പോലീസ് സേനയിലെ സമാന്തര അധികാര കേന്ദ്രമായുള്ള MR അജിത് കുമാറിന്റെ വളർച്ച, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായുള്ള അടുപ്പത്തോടെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സൂപ്പർ DGP, ആ വൻമരത്തിന്റെ കടക്കൽ മഴ വീഴുമ്പോൾ അടുത്ത നീക്കമെന്തെന്ന ആകാംക്ഷയിലാണ് പോലീസ് സേന. പോലീസ് ആസ്ഥാനത്ത് കൂടിയാലോചനകൾ തുടരുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി DGPയോട് സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PV അൻവർ MLAയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ അന്തം വിട്ടു നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ADGP MR അജിത് കുമാറിനും SP സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുക്കുമെന്ന ആശയക്കുഴപ്പം ഉന്നത തലങ്ങളിലുണ്ട്. കൊലപാതകം, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ADGPക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഭരണപക്ഷ MLA തന്നെ ഉന്നയിച്ച ആരോപണമായതിനാൽ ഗൗരവം ഏറെയാണ്. കോടതി വഴിയുള്ള നിയമ നടപടികളും പ്രതീക്ഷിക്കുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിലവിൽ DGPക്ക് പരാതിയും ലഭിച്ചു. പോലീസ് സേനയിലെ ഏറ്റവും കരുത്തനായ ഉന്നത IPS ഉദ്യോഗസ്ഥനാണ് ആരോപണ നിഴലിൽ നിൽക്കുന്നത്. P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെയാണ് പോലീസിൽ ADGP MR അജിത് കുമാറും ശക്തനായത്. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ സ്വപ്ന സുരേഷിന്റെ അനുയായി സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതും ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനുമായുള്ള ബന്ധവും അജിത് കുമാറിനെ വിവാദത്തിലാക്കി. അന്ന് കസേര നഷ്ടപ്പെട്ട് പുറത്തിരിക്കേണ്ടി വന്നു. അധികം കഴിയും മുന്നേ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയാണ് അജിത് കുമാറിന്റെ രംഗപ്രവേശം. തുടർന്ന് പോലീസിലെ കരുത്തനായി മാറി. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് IG P വിജയനെതിരായ നീക്കം, DGP-യെ മറികടന്നുള്ള സർക്കുലർ ഇറക്കൽ, അനുമതിയില്ലാതെയുള്ള വിദേശയാത്ര, അങ്ങനെ വിവാദങ്ങളുണ്ടായിട്ടും ADGP പ്രബലനായി തുടർന്നു. അജിത് കുമാറിനെതിരെ പോലീസിൽ തന്നെ ഒരു ചേരി ഉടലെടുക്കുന്നതിനിടെയാണ് PV അൻവർ MLAയുടെ പൂഴിക്കടകൻ. ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ADGPക്കും P ശശിക്കുമെതിരായ PV അൻവർ MLAയുടെ ഈ നീക്കത്തിന് പിന്നിൽ ആരാണ്? ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പാർട്ടി നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ഗൗരവത്തോടെ നൽകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചെറിയ കളിയല്ല. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.